ഇവിടെ അൽഫത്തീമിൽ വർക്ക് ചെയ്യുന്ന UAE അൽഫത്തീമിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ പ്രോഡക്റ്റ് കാണിക്കാൻ പോയിരുന്നു. നമ്മൾ കാണിച്ചു, ഇവർക്ക് അപ്പം കുറേ ഫീഡ്ബാക്ക് തന്നു. അപ്പോൾ അൽഫത്തീമിൽ എടുക്കാനുള്ള ഒരു പ്ലാനിലായിരുന്നു, പക്ഷെ അത് നടന്നിട്ടില്ല. പക്ഷെ മൂപ്പര് 4 കൊല്ലം കഴിഞ്ഞിട്ട് കമ്പനി മാറി വേറെ കമ്പനി ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്നെ ഒരു ദിവസം വിളിക്കുന്നത്, എന്നെ ഓർമ്മ ഉണ്ടോ ചോദിച്ചു. അപ്പോൾ എനിക്ക് ചെറിയൊരു ഓർമ്മ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും ആരാന്നുള്ളത് എനിക്ക് കുറേ പേരായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട്. അപ്പം പിന്നെ പറഞ്ഞു, ഞാൻ അൽഫത്തീമിലുണ്ടാകുമ്പോൾ നീ വന്നിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. അങ്ങനെ മൂപ്പര് വേറെ കമ്പനി ജോയിൻ ചെയ്ത് അവിടെ ഈ പ്രോസസ്സ് ഉണ്ട്. ശരിക്കും ആ സെയിൽസ് സൈക്കിൾ നമ്മൾ കൂട്ടുന്ന 4 കൊല്ലം. സോ ആൻഡ് യു ഹാവ് ടു കീപ് ടോക്കിംഗ് അബൌട്ട് യുവർ പ്രോഡക്റ്റ്. ലൈക്ക് നമുക്ക് എന്താ പറയുക, ഇപ്പം കിട്ടിയിട്ടില്ലെങ്കിലും മേ ബി ഇൻ ദ ലോങ്ങർ റൺ പീപ്പിൾ വിൽ കം ബാക്ക് ടു യു ആൻഡ് ടേക്ക് ദിസ്. അപ്പം വീട്ടിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ എന്താ പറയുക, കോട്ടലിട്ട് മീറ്റിങ്ങിന് പോകുമ്പോൾ ഇങ്ങനെ ചോദിക്കും, എപ്പോഴും ഇത് തന്നെയാണല്ലോ, അപ്പോൾ ഒന്നും വരുന്നു കാണുന്നില്ല, ഒന്നും ഇമ്മീഡിയറ്റ് ആയിട്ടൊന്നും കാണുന്നുമില്ല. അപ്പം ഞാൻ പറയും വിത്തിടാൻ പോകുന്നതാണ്, വിത്തിട്ട് എപ്പങ്ങളായിട്ട് മുളക്കും എന്നുള്ള ഒരു ഇതില്ല. അപ്പം ബേസിക്കലി ആ ഒരു കോൺസെപ്റ്റാണ്. അപ്പം ഇപ്പം നമ്മളൊന്നും കൂടിയും സെയിൽസ് ടീമും ഇതെല്ലാം ബിൽഡ് ചെയ്യാം. ഇനീഷ്യലി ആണ്. അപ്പം ഞാൻ പറയും അതൊരു എനിക്ക് അറിയാത്തതുകൊണ്ട് ചെയ്തൊരു മിസ്റ്റേക്ക് ആയിരുന്നു. ഞാൻ എന്നെ ഫുള്ളി ഹാൻഡിൽ ചെയ്യാൻ നോക്കി. ഇനീഷ്യൽ ഫൗണ്ടർ ലെഡ് സെയിൽസ് ആവണം, ബട്ട് അഗെയിൻ യു ഹാവ് ടു പുട്ട് ഗുഡ് ഇനഫ് എഫേർട്ട് ഓൺ സെയിൽസ് ഓൾസോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒന്നും കൂടിയും ചെയ്യുന്ന ഈ ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഐ വുഡ് സ്റ്റാർട്ട് സെല്ലിംഗ് ഫ്രം ഡേ വൺ. എനിക്ക് ആ സമയത്ത് പറഞ്ഞുതരാനോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ഇൻഫർമേഷൻ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ വിചാരിക്കുമ്പോൾ പ്രോഡക്റ്റ് ഇല്ലെങ്കിൽ യു ഷുഡ് സ്റ്റാർട്ട് സെല്ലിംഗ്, യു ഷുഡ് സ്റ്റാർട്ട് ടോക്കിംഗ് അബൌട്ട് ഇറ്റ്, മീറ്റ് പീപ്പിൾ ഇൻ ദാറ്റ് ഏരിയ.